പിന്നെ എന്താ ചന്ദ്ര എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെ. ഛേ, നമ്മൾ തമ്മിൽ ഇതൊന്നും വേണ്ട. കുറെ നാളായില്ലേ നമ്മൾ ഒരുമിച്ച് എന്തെങ്കിലും വാങ്ങിയിട്ട്? ഞാൻ കുറച്ചുനാൾ അവധിയെടുക്കാൻ പോവാ. എന്തിനാ? അതല്ലേ തനിക്ക് വേണ്ടത്? അധികകാലം വേണമെന്നില്ല, ഒരാഴ്ചയെങ്കിലും നിന്നാ മതി. സമ്മതിച്ചു. അപ്പൊ താൻ ലീവ് എടുക്കുന്നില്ലേ? അത് ഇത്രയും ബിസി ആയിട്ടുള്ള ടൈമില് ഇടയ്ക്കെങ്കിലും. ഏതൊക്കെ കറികളാ ഇഷ്ടം ഒക്കെ മുൻകൂട്ടി പറഞ്ഞേക്കണം. കിച്ചൺ കൺട്രോൾ ചെയ്യുന്നത് ഈ കൈകളാണ്. ഈശ്വര, ഇത് പകരുന്ന രോഗമല്ലാണോ? എന്ത്? അല്ല, ഗായത്രിയുടെ രോഗം പകരുന്നതാണോന്ന്. ഒക്കെ കണ്ടോ, വേറൊരു ഭദ്ര ഫുള്ളായിട്ട്. ഫുൾ നെയിം ആയിട്ടാ? ഫുൾ നെയിമോ? ആ, ഭദ്രകാളി, അതാണല്ലോ യഥാർത്ഥ പേര്. ചന്ദ്ര, ഞാനൊരു അമ്മയാവണ്ടേ? ഹലോ, അതെല്ലോ. എവിടുന്നാ? അതിന് ഭദ്ര ഇവിടെ ഇല്ലല്ലോ. അവള് അവളുടെ അമ്മയും കൂടി ഗുരുവായൂർക്ക് പോയിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ. അതെ, അവളുടെ ഹസ്ബൻഡാ സംസാരിക്കുന്നത്. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. ഹലോ, ഭദ്ര ഇവിടെ ഇല്ല. പ്രൊഫസറിൽ ആരായാലും എന്താ, ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. അതിന് എനിക്കൊരു ചുക്കൂല്ല. ഇനി ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. ഫോൺ വെക്ക്. വെക്കാനല്ലേ പറഞ്ഞത്? ചന്ദ്രൻ എന്താ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞത്? നിന്നെ ഈ രാത്രി ഞാൻ ഒരിടത്തും വിടുന്നില്ല, അതുകൊണ്ട്. ആ ഹോം നേഴ്സ് പറയണതൊക്കെ ഞാനും കേട്ടു. ഗായത്രി എന്തോ അബദ്ധം കാട്ടി, അതും സാർ സ്ഥലത്തില്ലാത്തപ്പോ. ഓഹോ, സകല ജീവൻ രക്ഷിക്കാൻ നീ എന്താ അവതാര സ്ത്രീയോ? വേറെ ഡോക്ടർമാരില്ലേ നാട്ടില്? ഇത്ര സ്വാർത്ഥനാവരുത്. ആ, ഞാൻ സ്വാർത്ഥനാണ്. നിന്റെ കാര്യത്തിൽ ഞാൻ 100% സ്വാർത്ഥനാണ്. മറ്റൊരാൾ നിന്റെ മേലെ അവകാശം സ്ഥാപിക്കുന്നത് എനിക്കിഷ്ടമല്ല. കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊക്കെ തന്നെയായി പറഞ്ഞത്. പക്ഷെ ഒരാൾ മരിക്കാൻ കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോ ജീവൻ രക്ഷിക്കാൻ അവിടെ ഓടി എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാനിതൊക്കെ പഠിച്ചത്? എനിക്കറിയാവുന്ന എത്തിക്സിന്റെ പ്രൊഫഷൻ ഉള്ളൂ. ഇല്ലാത്ത ജാട പറഞ്ഞ എന്നെ വിഡ്ഢിയാക്കരുത്. വിഡ്ഢിയാക്ക്? എന്താ ചന്ദ്ര എങ്ങനെയൊക്കെ? നിന്നോട് പലതവണ ചോദിച്ചു നിന്റെ കൃഷ്ണ ആരാണ്. എന്റെ കൈകളിൽ കിടന്നുകൊണ്ട് ചിരിച്ചും ചിലപ്പോ കെറിവ് കാട്ടി നീ ഒഴിഞ്ഞു മാറി. ഒരിക്കൽ നീ പറഞ്ഞു നിന്റെ കൃഷ്ണൻ ഒരു ആൾരൂപമില്ലെന്ന്. നിനക്ക് പുഴയാണ് കൃഷ്ണൻ, കടലാണ് കൃഷ്ണൻ, കാറ്റാണ് കൃഷ്ണൻ. കളവാണിതൊക്കെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിഡ്ഢി പിന്നെയും നിന്നെ സ്നേഹിച്ചു. എന്റെ സുഹൃത്തുക്കൾ അടക്കം പറഞ്ഞതില് നിന്റെ കൃഷ്ണന്റെ പേര് ഞാൻ കേട്ടു. ഒരു വയസ്സൻ കൃഷ്ണൻ, നിന്റെ പ്രൊഫസർ. ഓ, ചന്ദ്രന്റെ ഭൂതകാലം തിരയായിരുന്നല്ലേ ഇത്രയും കാലം? സത്യമല്ലേ അറിയണ്ടു? എന്റെ ചെറുപ്പത്തില് ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. ചന്ദ്രനെ കല്യാണം കഴിക്കുമ്പോ ഞാനൊരു കന്യകയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കതിൽ ദുഃഖമുണ്ട്. കീ ഞാൻ എടുത്തിട്ടുണ്ട്. ചിലപ്പോ ഈ രാത്രി വന്നോന്ന് വരില്ല. നിന്നെ തടയാനുള്ള അധികാരം എനിക്കില്ല. അതുകൊണ്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല.
ഹലോ, അതെ, ഡോക്ടർ ഭദ്രയാണ്. എവിടെ? പാലസ് ഹോസ്പിറ്റലോ? ചന്ദ്രനെ എപ്പോ? ഞാൻ എന്താ വരുന്നു. ഇന്നലെ അഡ്മിറ്റായ ചന്ദ്രൻ ഇപ്പൊ സ്കാനിങ്ങിന് കൊണ്ടുപോയിരിക്കുക. ഡോക്ടർ തരകന്റെ യൂണിറ്റിലാണ്. ഫയലിംഗ് എത്തിയിട്ടുണ്ടാവില്ല. ഇരിക്കൂ, വിളിക്കാം. ഞാൻ ഡോക്ടറാണ്. തരകൻ സാറിനെ ഒന്ന് കാണണം. അവിടെ ഇരുന്നോളൂ, ഡോക്ടർ ഫ്രീ ആവുമ്പോൾ പറയാം. റൂം നമ്പർ 10 ചന്ദ്രശേഖരൻ മേനോൻ. ബന്ധുക്കളെല്ലാം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയിച്ചോളൂ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ, ഡോക്ടറാണ്. ഓ, ഇരിക്കൂ. എങ്ങനെയാ അറിഞ്ഞത്? ഡോക്ടർ ഹൈദരാബാദിലോ മറ്റോ യാത്രയിലാണ്, ഇവിടെ മറ്റു ബന്ധുക്കളാരും ഇല്ല എന്ന് പറഞ്ഞു. യുനോ ഹീസ് ഇൻ ഹെപ്പാറ്റിക്കോമ. അപാര ധൈര്യശാലി തന്നെയാണ് ഡോക്ടറുടെ ഹസ്ബൻഡ്. 2 or 3 തവണ രക്തം ഛർദ്ദിച്ചിട്ടും സ്വയം കാറോടിച്ചാണ് ഇവിടെ വന്നത്. പിന്നെ സിംറ്റമാറ്റിക്കായിട്ട് ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഡോക്ടർമാര് ഇമോഷനുകൾക്കപ്പുറം യാഥാർത്ഥ്യം അറിയുന്നവരാകണം. ബന്ധുക്കളാരും എത്തിയില്ലേ? അല്ല, ഞാൻ കേൾക്കാം, പറഞ്ഞോളൂ. ഇത് ഡോക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്കഷൻ ആണെങ്കിൽ ഞാൻ പറയും മിസ്റ്റർ ചന്ദ്രശേഖരന് സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന്. പിന്നെ മുകളിൽ ഒരാൾ നിശ്ചയിക്കണമല്ലോ. ഞാൻ റൂമിൽ കാണും, എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ചോളൂ. എക്സ്ക്യൂസ് മീ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് വരുമോ? അനില, ഞാൻ അക്കൗണ്ട് സെക്ഷനിൽ നിന്നാണേ. അദ്ദേഹം അഡ്മിഷന് വരുമ്പോ 5000 ക്യാഷും ഒരു ചെക്കും ഏൽപ്പിച്ചിരുന്നു. ചെക്ക് ഒപ്പിട്ട് തരാന്നാ പറഞ്ഞത്, പക്ഷെ അതിനു മുമ്പ് ഫെയിന്റ് ആയി. രാവിലെ ഒരാൾ വന്നിരുന്നു, ഓഫീസിലെ സ്റ്റാഫാണെന്നാ പറഞ്ഞേ. പക്ഷേ അദ്ദേഹം മടങ്ങി വരാന്ന് പറഞ്ഞു പോയി. എത്രയാ തരേണ്ടത്? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 25,000. 1 മണിക്കൂറിനകം തരാം. ഹലോ മാഡം, ഞാൻ ഗുഡ് ലക്ക് ഫിനാൻസ് കമ്പനിന്നാണ്. നല്ല കസ്റ്റമേഴ്സിന് ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ ഞങ്ങൾ ഇൻഡസ്ട്രി ഫിനാൻസ് ചെയ്യാറുണ്ട്. സാലറി സർട്ടിഫിക്കറ്റോ വസ്തുജാമ്യോ തന്നാൽ മതിയാവും. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇഷ്ടദൈവങ്ങൾക്ക് വഴിപാടുക്കുന്നതെന്നുള്ളൂ. ആ, അത്ര അമ്മേ, എന്താ മോളെ? അമ്മേ, മയക്കത്തിലോ അല്ലാതെയോ ആദ്യം വിളിച്ചത് എന്റെ പേരാ. ആരെയാ ഞാൻ കുറ്റപ്പെടുത്തേണ്ടത്?
ഞാൻ കാരണം ചന്ദ്രനെ വേദനിച്ചതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ. ഇഷ്ടദൈവങ്ങൾക്ക് നേർച്ച നേരാൻ തരാൻ ഡോക്ടർ പറഞ്ഞു. ഞാൻ നേർന്നു. എവിടെ? ശിവപുരത്ത്. എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും അയക്കാം. നമുക്ക് വേണ്ടി വേറൊരാൾ ചെയ്താൽ പോരെ? അതൊക്കെ ആലോചിക്കുക ഇനി സമയമുണ്ട്. നീ പോയി വല്ലതും കഴിക്കോ, വസ്ത്രം മാറുമോ, എന്തെങ്കിലും ചെയ്യേ. ഏയ് ഉറങ്ങല്ലേ? പകലും വീണ് ഇറങ്ങിയിട്ട് മതിയായില്ലേ? ഉറങ്ങല്ല, കൊച്ചു കൊച്ചു മയക്കം. മയക്കത്തിൽ നിറയെ സ്വപ്നങ്ങൾ. ഇപ്പോഴൊരെണ്ണം കണ്ടു. നല്ല പരപ്പുള്ള പുഴയും ഞാനും തുടയുന്ന ആള് മാത്രം. കരയെത്തും മുൻപ് അയാൾ വിലക്കിയിട്ട് ഞാനിറങ്ങി നടന്നു. ചെന്ന് കയറിയതൊരു ഗ്രാമത്തിൽ. നിറയെ പൂക്കളും പച്ചപ്പും നീർച്ചോലങ്ങളുള്ളൊരു ഗ്രാമം. ഇന്നലെ വരെ അങ്ങനൊരു ഗ്രാമം ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഓരോ വഴികളും എനിക്ക് പരിചയമുള്ളതുപോലെ. കുറച്ചകലെ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ധാവണി ചുറ്റിയ പെണ്ണ്. കൈതക്കാടുകൾക്കിടയിൽ ഒരു നീർച്ചാല് മുറിച്ച് കിടന്നാൽ എനിക്ക് അവളുടെ അരികിലെത്താം. അടിയൊഴുക്ക് ഒളിപ്പിച്ചു വെച്ച ചാലും നീന്താൻ അറിയാത്ത ഞാനും. അതുകൊണ്ട് അവളുടെ മുഖം കാണാനായില്ല. ഭദ്രാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. വിളിച്ചോ? ഞാൻ ഓർക്കുന്നില്ല. ഇന്ന് മാത്രല്ല, ഇതിനു മുമ്പും. എന്തിനാണ് അവൾ എപ്പോഴും മുഖം മറിച്ച് നടന്നത്? ആളത്ര ശരിയല്ലാന്ന് തോന്നിണ്ടാവും. ഇതാണ് അവളുടെ മുഖം. ഹോസ്പിറ്റല്. എഴുന്നേൽക്കും. എന്റെ മനസ്സ് ശാന്തമാണ്. അതുകൊണ്ടാണ് ഇത്ര സുഖമുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. കുടിക്ക്. മതി, എനിക്കൊന്ന് കിടക്കണം. ആഹാ, ഇതായിരുന്നോ വേണ്ടത്? ഉറങ്ങരുതേ. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമമില്ലേ, ആദ്യമായിട്ട് അവിടെ എത്തിയ ഞാൻ അതിനു മുമ്പ് അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നിപ്പിച്ച കാഴ്ചകൾ എവിടെ നിന്നാണെന്നോ കിട്ടിയത്? നിന്റെ ഡയറികളിൽ നിന്ന്. വായിക്കാൻ പാടില്ലെന്നറിയാമായിരുന്നു. ഞാനാ ചന്ദ്ര തെറ്റുകാരി. എനിക്കുള്ളൊക്കെ വായിക്കാനുള്ള അവകാശം ചന്ദ്രനുണ്ടായിരുന്നു. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നെ ഏറെ വെറുത്ത ഒന്നാണെന്നും എത്ര ശ്രമിച്ചാലും അത് മനസ്സിൽ നിന്ന് മാറില്ല എന്നൊക്കെ നീ പറഞ്ഞല്ലോ. പറയുന്നതിനൊക്കെ വിരുദ്ധല്ലേ ഞാൻ? വെറുക്കേ? നിനക്കെന്നെ അറിയില്ലേ? ഭദ്ര, ശിവപുരത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പോവോ? നീ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നവിടം ഞാൻ മുമ്പേ കാണേണ്ടതായിരുന്നു. കൊണ്ടുപോ. ഇനിയിപ്പോ അവിടെ എന്താ കാണാണ്ടാവുക? ഒക്കെ മാറിണ്ടാവും. ഭംഗിയുള്ള സ്ഥലം, അവിടെ നല്ല ആളുകളും ഉണ്ടാവും. എന്താ നീയൊന്നും മിണ്ടാത്ത? എന്നോട് പിണങ്ങരുത്. ഇല്ലാന്ന് പറഞ്ഞപ്പോഴൊക്കെ അടുത്ത നിമിഷം നമ്മൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ശിവപുരം എനിക്കൊരു സ്വപ്നഭൂമിയാ. ഒരു കവിതയോ സംഗീതമോ പോലെ. അവിടേക്ക് ചന്ദ്രനെ കൂട്ടിക്കൊണ്ടുപോവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടുന്ന് ഇറങ്ങട്ടെ, നമുക്ക് പോവാം. എന്താന്നും മിണ്ടാത്തെ?
शकुने भवासि பாருங்க அங்கதான் சாமியார் வீடு. ഭദ്ര വാടി ഉള്ളവാ. காலையில இருந்து காக்க குறுக்குது. சொந்தக்காரி யாரோ வருது. யாரா இருக்கும்னு நான் நினைச்சிட்டே இருந்தா. என்ன அதிசயம். கனவா நனவா. உட்காரு. ஏன் சத்தம் போடுறது? എന്നോട് ഫ്രണ്ട് വന്നത് പാക്കലയാ? കുട്ടികൾക്ക് കൊടുക്കാൻ ഞാനൊന്നും വാങ്ങിയില്ല. കുട്ടികളാ? ഒരാള് താൻ മോഹിനി. കടവ് കൊണ്ടുപോയിട്ടാര്. എനിക്കിപ്പോ അമ്മ മാത്രമേ ബന്ധുവായിട്ടുള്ളൂ. ഞാനും എൻ്റെ ആളും ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ച ദിവസം അദ്ദേഹം എന്നെ വിട്ടുപോയി. 40 കഴിഞ്ഞു. ചാരം നമ്മുടെ പാപനാശിനിയിലും ഒഴുക്കണമെന്ന് മനസ്സ് പറഞ്ഞു. ഇങ്ങോട്ട് പോന്നു. யாரு தெரியறது? சாஸ்திரிகளா? அவர் இறந்து போச்சு. அவருக்கு தொண்டையில கேன்சர் வந்து ரொம்ப கஷ்டப்பட்டாரு. 2 வருஷமா ஹாஸ்பிட்டலும் வீட்டுக்கும் மருந்து அலைஞ்சோம். சாகறதுக்கு முன்னாடி பத்ராவை பார்க்கணும்னு அவர் ரொம்ப ஆசைப்பட்டாரு. டெத்துக்கு 2 நாள் முன்னாடி கூடி அவர் கேட்டாரு, பத்ர வருமானு. வரும்னு நான் சொன்னேன். கிடைச்ச அட்ரஸ்ல நானே எழுதி ஒரு லெட்டர் போட்டிருந்து. ഇല്ല, എനിക്ക് കിട്ടിയില്ല. கிடைச்சிருந்தா கண்டிப்பா நீ வந்திருப்ப. நீங்க 2 பேரும் காதலிச்சிங்கன்னு எனக்கு தெரியும். இந்த பாவி நடுவில் வந்ததுனால ராமா அங்க முடிச்சுட்டு நிக்கிறேன். நிவேத்தியம் எல்லாம் ரெடி பண்ணிட்டியா? நேரம் போன தெரியாதா? வர வர இவனுக்கும் பைத்தியம் பிடிச்சு போகுது. തിരിച്ചറിഞ്ഞല്ലോ, അത് തന്നെ മഹാഭാഗ്യം. 7ാമത്തെ ഷോക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് 3 ദിവസമേ ആയുള്ളൂ. കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ അവൾ എന്താ പറഞ്ഞെന്നറിയോ? അവൾക്ക് എന്നോട് വെറുപ്പാണെന്ന്. ഞാനൊന്നും മറച്ചു വെച്ചില്ല. അതൊക്കെ ഒരു തമാശ പോലെ അവൾ കേട്ടിരുന്നു. പക്ഷേ പിന്നെ എന്നോട് മിണ്ടാട്ടില്ലാണ്ടായി. കാണുന്ന വെറുപ്പായി. കൈ കെട്ടിയതൊക്കെ വലിച്ചെറിയും. 2 വയസ്സുള്ള ഞങ്ങളുടെ മകള് മരിച്ചത്. തലയ്ക്ക് ക്ഷതമേറ്റാണെന്നാണ് ഡോക്ടർ റിപ്പോർട്ട്. അതെപ്പോ എങ്ങനെ?
അവൾക്ക് ഇനിയും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും പാവാണ്. നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടു എന്നറിഞ്ഞ എനിക്ക് അവളെ ഇനി തിരിച്ചു കിട്ടില്ല. മറ്റൊന്നും മോഹിച്ചു വന്നല്ല, ഒന്നും സ്വന്താക്കുകയില്ല. എനിക്ക് വേണ്ടി നീലാംബരി ഒന്ന് പാടാമോ? അത് മാത്രം. തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ട്രീറ്റ്മെന്റിലാണ് ഞാൻ. ഇനി എനിക്ക് പാടാൻ കഴിയില്ല.